എന്താണ് ആ തരീഖത്തിന്റെ പേര്? സർക്കാർ ബാപ്പ. ഓരോന്നിനും ഓരോ പേരാ. സർക്കാർ ബാപ്പ എന്ന് പറഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാള് അത് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നു. നിങ്ങൾ ആരും പെട്ടുപോണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞ ബുഹ്താനി തരീഖത്തിന്റെ ആളുകൾ, അതേപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അവരുടെ പരിപാടി ആലിമീങ്ങളെ ക്ലിപ്പ് മുറിക്കും. അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മുറിച്ചിട്ട് ആളുകളോട് പറയും. ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ദുഷ്പ്രചരണങ്ങളും. അതുകൊണ്ടൊന്നും പടച്ചവന്റെ അടുക്കൽ ഒരാളും ആഖിറത്തിൽ രക്ഷപ്പെടൂല. പക്ഷേ ഞാൻ പണ്ഡിതന്മാർ അവരെ ഉപദേശിക്കാൻ ആളല്ല. അതേ സമയത്ത് നമ്മുടെ ശിഷ്യന്മാരടക്കമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോട് പറയട്ടെ, ഖുർആൻ നമ്മൾ അടിക്കടി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതെന്താണ്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽ, മകനോടുള്ള ഉപദേശത്തിൽ കാണാം, മോനെ അഖിമിസ്സലാ, നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. അതിന്റെ പുറമെ വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കണേ. വൻഹ അനിൽ മുൻകരി, തെറ്റായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കണേ. അത് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയാണ്, ലുഖ്മാനുൽ ഹക്കീമിന്റെ ഉപദേശം അല്ലാഹ് എടുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ വസ്ബിർ അലാ മാ അസാബക്, നീ കൃത്യമായി നിസ്കരിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തും തെറ്റായ കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തും ജീവിക്കുമ്പോൾ നിന്റെ കുറ്റം പറയാൻ കുറെ ആളുകളുണ്ടാകും. നിന്നെ കല്ലെടുത്തെറിയാൻ ആളുണ്ടാകും, നിന്നെ ആരോപിക്കാൻ ആളുണ്ടാകും, നിന്റെ കിതാബുകളിൽ കടത്തിക്കൂട്ടാൻ ആളുണ്ടാകും. മഹാനായ അബ്ദുൽ വഹാബ് ശറാനി തങ്ങൾ പറഞ്ഞില്ലേ, മഹാനവറുകളെ കിതാബ് എടുത്തിട്ട് അതിൽ കുറെ മഹാനവറുകൾ എഴുതാത്തത് കൂട്ടിച്ചേർത്ത് കൊടുത്തു. എന്തിന്? അബ്ദുൽ വഹാബ് ശറാനി റളിയല്ലാഹു അൻഹുവിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ. ഇങ്ങനെ ചെയ്യുന്ന ജനങ്ങളുണ്ടാകും ഇൽമ് പറയുന്ന സമയത്ത്. അതുപോലെ ജനങ്ങൾ അതാ ഒരു പണ്ഡിതന്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾ ഹിദായത്താകുന്നുണ്ടെന്ന് കാണുമ്പോൾ ശൈത്താനിന് അത് ഇഷ്ടപ്പെടൂല. അപ്പൊ ശൈത്താൻ അവന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, ആ പണ്ഡിതനെ കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതെയാക്കണം, ആ പണ്ഡിതനെ കുറിച്ചുള്ള ബഹുമാനം ഇല്ലാതെയാക്കണം. അങ്ങനെയാണ് അബ്ദുൽ വഹാബ് ശറാനി തങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താൻ കിതാബ് എടുത്തിട്ട് അതിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തു തെറ്റായ ആശയങ്ങൾ. എന്തിനാണത്? ഈ മഹാനെ സംബന്ധിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, പലരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അവിടെ ഒന്നും തന്നെ കേൾക്കുന്നതൊക്കെ വിശ്വസിക്കുന്നവരായി പോകാൻ പാടില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തതെല്ലാം അവൻ കൈയൊഴിക്കും, ആവശ്യമുള്ളതിൽ മാത്രം അവൻ ഇടപെടും. അതാണൊരു ശരിയായ മുസ്ലിമിന്റെ സ്വഭാവം. ഓ സുഹൃത്തുക്കളെ, കഫാ ബിൽ മർഇ കദിബൻ, പലപ്പോഴും കളവായി പോകും. അതേ അൻയുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കളവായി പോകും. ഒരു വിഷയത്തിന്റെ നിജസ്ഥിതി ശരിക്ക് പഠിക്കാതെ മനസ്സിലാക്കാതെ പറയാൻ പാടില്ല. നമുക്കൊരു വിഷയത്തിൽ ഒരാളെ സംബന്ധിച്ച് സംശയം വന്നാൽ അദ്ദേഹത്തെ തന്നെ വിളിച്ച് നേരിൽ ചോദിക്കുകയും മനസ്സിലാക്കുകയും വേണം. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ചോദിക്കുകയും മനസ്സിലാക്കുകയും വേണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളൊരു വാചകം പറഞ്ഞു, ആ വാചകത്തിന് 100 വ്യാഖ്യാനത്തിന് സാധ്യതയുള്ള വാചകമാണ്. 99 വ്യാഖ്യാനവും തെറ്റാണെന്നറിയിക്കുന്ന വാചകമാണ്. 99 വ്യാഖ്യാനവും അദ്ദേഹം പറഞ്ഞു തെറ്റാണെന്ന് അറിയിക്കുന്ന വ്യാഖ്യാനം. ഒരൊറ്റ ഒരു വ്യാഖ്യാന പ്രകാരം അദ്ദേഹം പറഞ്ഞു ശരിയാവും. എന്നാൽ ആ
ആ ഒരു വ്യാഖ്യാനമല്ലാതെ അതേ തെറ്റാണ്, മോശക്കാരനാണെന്ന് വരുന്ന വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ആ മുനാഫിക്കുകളായ കക്ഷികൾ അവർ സഹാബികളല്ല, സഹാബികളിൽ മുനാഫിഖീങ്ങളില്ല. സഹാബികളെല്ലാവരും കുല്ലുഹും അദൂൽ, എല്ലാവരും നീതിമാന്മാരാണ്. ഖുർആൻ അവരെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞതാണ്, സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചതാണ്. സഹാബികളിൽ ഒരൊറ്റ മുനാഫിഖും ഇല്ല കേട്ടോ. സഹാബികളിൽ കുറച്ച് മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വേറൊരു തരീഖത്തുകാരൻ പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിക്കാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച, അങ്ങനെ പറയുന്ന ചില ബിരുദമെടുത്ത ചെറുപ്പക്കാരെ തന്നെ എനിക്ക് കാണാൻ അഥവാ കേൾക്കാൻ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരുടെയും ധാരണ എന്തെങ്കിലും കേൾക്കുമ്പോൾ കേൾക്കുന്നതനുസരിച്ച് പറയാന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയനാണത്, ഭാര്യയുടെ ആങ്ങളെയാണത്. അവിടുത്തെ അൻസാറിനെ അവരെയൊക്കെ വെറുക്കുന്നവന് നരകമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞ ഹദീസ്, മഹാനവറുകൾ പറഞ്ഞ കാര്യങ്ങൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെയോ പിന്നാന്നോ ഓതിക്കൊടുത്ത ഹദീസാണ്. മിമ്പറിൽ വെച്ച് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നു. അതേ മിമ്പറിന്റെ ചുവടെ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കുന്ന ആള് പറയുമ്പോ മുആവിയ റളിയല്ലാഹു അൻഹു അതുപോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഏറ്റു പറയുന്നു. അതേ സുഹൃത്തുക്കളെ, എന്നിട്ട് അവിടുന്ന് അവസാനം പറയുന്നു, നബി തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണല്ലോ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്നതിന്റെ തെളിവ് ആ ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇമാം ബുഖാരി മിമ്പറിന്റെ മേലെ വെച്ച് ഖുത്ബ ഓതുന്നതിനും അതേപോലെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിനുമൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് തെളിവിന് കൊണ്ടുവരികയാണ്. അത് ലോകം മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിക്കുകയാണ്. എന്നാൽ ഈ പിഴച്ചുപോയ തരീഖത്തിൽ കുടുങ്ങിയ ഈ കുട്ടി അവനും പറയുന്ന ബിരുദം, അവൻ പറയുന്ന എന്താണ്? മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്നാണ്. ഈ മുനാഫിഖ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അനുസരിച്ചാണോ മോനെ ഇവിടെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇജാബത്ത് നൽകുന്നത്? ലോക മുസ്ലിം പണ്ഡിതന്മാർ മിമ്പറിന്റെ മേലെ ഖുത്ബ കയറി ഓതുന്നത് ഈ മുനാഫിഖ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരമാണെന്നാണോ ഈ ചെറുപ്പക്കാരന്റെ വാദം? പക്ഷെ ഒരു ഇൽമുമില്ലാതെ സഹാബത്തിനെ മുനാഫിഖായി ചിത്രീകരിക്കുന്നു. എന്താണ് ആ തരീഖത്തിന്റെ പേര്? സർക്കാർ ബാപ്പ. ഓരോന്നിനും ഓരോ പേരാ. സർക്കാർ ബാപ്പ എന്ന് പറഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാള് അത് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നു. നിങ്ങൾ ആരും പെട്ടുപോണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് പറയില്ലേ നമുക്ക് നിർബന്ധം. ഒരു കിണറ്റിലെ വെള്ളം കുറെ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ, അല്ലെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് കാണുമ്പോ ആ വെള്ളത്തിൽ വിഷം ചേർക്കുന്നത് കണ്ട ഒരു മനുഷ്യൻ, ആ കിണറ്റിൽ വെള്ളത്തിൽ വിഷം കലക്കുന്നത് കണ്ട ഒരു മനുഷ്യൻ, അത് കണ്ടില്ല എന്ന് വെച്ച് എല്ലാരും പോയി കുടിക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അതിൽ വിഷം ചേർത്തിട്ടുണ്ട് മക്കളെ, കുടിക്കരുത് എന്ന് പറയണ്ടേ, അടുക്കരുത് എന്ന് പറയണ്ടേ? നേരെ മറിച്ച് സുബ്ഹാനല്ലാഹ്, എല്ലാരെ പോലെ നമ്മളും എന്നും വിചാരിച്ച് എല്ലാവരും എടുത്ത് കുടിക്കും, അയാൾ ഒരു ഒപ്പി എടുത്ത് കുടിക്കാൻ വേണ്ടേ? അപ്പൊ ഇതുപോലെ ഈമാൻ നശിപ്പിക്കുന്ന വിഷം ഇവിടെ വ്യാജ തരീഖത്തുകാരനും സലഫിയും ജമാഅത്ത് ഇസ്ലാമിക്കാരനും എല്ലാ പുത്തൻവാദിയും ഇവിടെ ഈമാൻ നശിപ്പിക്കുന്ന വിഷം ആളുകളുടെ ഹൃദയത്തിലേക്ക് കുടിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ചൊന്നും പറയാതിരുന്നാൽ ഈമാൻ പോയിട്ട് പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈമാനില്ലാതെ വല്ല കാര്യവും ചെയ്തിട്ട് കാര്യമുണ്ടോ?
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈമാൻ സംരക്ഷിക്കപ്പെടാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തുറന്ന് പറഞ്ഞ് ജനങ്ങളിൽ പ്രചരിപ്പിക്കണം. അതോടുകൂടെ സാന്ത്വന പ്രവർത്തനം നടത്തണം. അതോടുകൂടെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കണം. അതോടുകൂടി തന്നെ നമ്മുടെ സംഘടന ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാകണം.